ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് അസിസ്റ്റൻറ്റ് പ്രസൻറ്റ് ഓഫീസർ അല്ലേ. നമ്മുടെ APOയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുമായിരിക്കും. ഇനിയും പഠനം ആരംഭിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. നമുക്കറിയാം ഇന്ന് ഫെബ്രുവരി 18 ഏകദേശം ഏപ്രിൽ 18 നമ്മുടെ എക്സാം എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ മുന്നിൽ ഏകദേശം ഒരു 2 മാസത്തോളം സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലേ. നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുക. ഓർക്കുക, നമ്മൾ യൂണിഫോം പോസ്റ്റൊക്കെ സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ച് മികച്ചൊരു അവസരമാണ്. നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് വിനിയോഗിക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം എക്സാം ഡേറ്റ് വരുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു ഏപ്രിൽ 18 അല്ലേ. ഏപ്രിൽ 18 ഇത് വരുന്നത് എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഓർക്കുക. അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കേണ്ട സമയമാണിപ്പോൾ. കൺഫർമേഷൻ കൊടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ. കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 26 ഓർക്കുക. ഫെബ്രുവരി 26 വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൊടുക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് 4/4/2026 മുതലാണ് എന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക കേട്ടോ. ഇനി ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും, എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെടാം എന്നുള്ളൊരു സംശയമുള്ളവരുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രീവിയസ് കട്ട് ഓഫ് എത്രയാണെന്നൊന്ന് പരിശോധിക്കാം. ഓർക്കുക, മെയിൻ ലിസ്റ്റിൽ കഴിഞ്ഞ തവണ ഉൾപ്പെട്ടത് 6011 പേരാണ് കേട്ടോ. അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2652 പേരും അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റിൽ 8663 പേരുമാണ് ഉൾപ്പെട്ടിരുന്നത് എന്ന കാര്യം ഓർക്കുക. അതുപോലെ ഇത് ഉൾപ്പെടാനായിട്ട് നമുക്ക് എത്ര മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ കട്ട് ഓഫ് എത്രയായിരുന്നു ഓർക്കുക, 58.33 എന്ന് ഓർക്കുക കേട്ടോ. 58.33. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കുക, നമ്മളൊരു 70 മുകളിലൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ തക്കവണ്ണം നമ്മുടെ പഠനം ഇമ്പ്രൂവ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിക്കുക. നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ തവണ 58.33 എന്ന് വിചാരിച്ച് നമുക്ക് വേരിയേഷൻസ് ഉണ്ടാവാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമ്മുടെ മാർക്ക് എപ്പോഴും ഉയർത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു നിയമന നില പരിശോധിക്കാം. അതായത് കഴിഞ്ഞ തവണത്തെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് എത്ര പേർക്ക് നിലവിൽ അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് നോക്കാം. നമുക്കറിയാം ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് എന്താണ്, 9/2/2026 ഓർത്തിരിക്കുക. ഫെബ്രുവരി 9 എന്ത് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ടോട്ടൽ അഡ്വൈസ് എത്രയാണ്, 647 കേട്ടോ. ഇതുവരെ 647 അഡ്വൈസ് പോയിരിക്കുന്നത് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഏകദേശം 600 മുകളിലൊക്കെ അല്ലേ, 700 അടുത്ത് വരെ അഡ്വൈസ് പോയിട്ടുള്ള ഒരു ലിസ്റ്റാണ് APOയുടെ എന്ന് കൂടെ ഓർക്കുക കേട്ടോ. ഇനി നമുക്കറിയാം ഇതിൻ്റെ സിലബസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഒരു വെയിറ്റേജ് മനസ്സിലാക്കിയാലാണ് നമുക്ക് കൃത്യമായ രീതിയിൽ പഠിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിനുള്ളിൽ തന്നെ നിങ്ങൾ സിലബസൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ചിട്ടയോടുകൂടി പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ഇനിയും പഠിച്ച് തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിലബസ് മനസ്സിലാവാത്ത ആരെങ്കിലും, നോക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും, ഓർക്കുക. നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് പാർട്ട് പൊതുവിജ്ഞാനമാണ്. അതിൽ ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എത്രയാണ്, 8 മാർക്കാണ് കേട്ടോ. ഓർക്കുക, 8 മാർക്കാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്നത്. അതുപോലെ തന്നെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്കാണ് എന്ന കാര്യം ഓർക്കുക കേട്ടോ. എത്രയാണ്, 3 മാർക്കാണ് ആ ഏരിയയിൽ വരുന്നത്. അതുപോലെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 4 മാർക്ക്, ഭൗതിക ശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കലാ കായികം സാഹിത്യം സംസ്കാരം 4 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ പാർട്ട് 2 എന്താണ്, ആനുകാലിക വിഷയങ്ങൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആണ് വരുന്നത്. അതിന് എത്ര മാർക്കാണ് ഓർക്കുക, 10 മാർക്കാണ് കേട്ടോ ആ ഭാഗത്തു നിന്നും വരുന്നത്. അതുപോലെ പാർട്ട് 3 വരുന്നത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയുമാണ്. അതിനെത്രയാണ്, 10 മാർക്കാണ് വരുന്നത്. അതുപോലെ ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്ക്. അതുപോലെ പ്രാദേശിക ഭാഷകൾ നമ്മുടെ മലയാളം, അതിനെത്രയാണ്, 10 മാർക്കാണ്. ഇവിടെ ഓർത്തിരിക്കുക, സ്പെഷ്യൽ ടോപ്പിക്സ് തസ്തികകളുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇത് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതിനിവിടെ എത്ര മാർക്കാണ്, 20 മാർക്കാണ് എന്നുകൂടെ ഓർത്തിരിക്കുക. സ്പെഷ്യൽ ടോപ്പിക്കിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. അതിന് എത്ര മാർക്കാണ്, 20 മാർക്കാണ് ആ ഏരിയയിൽ വരുന്നത്. നമുക്കറിയാം ഹിസ്റ്ററിയുടെ ഭാഗത്ത് വരുന്നത് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്, കേരള ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി അല്ലേ. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കറിയാം. കേരള ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ വരവ്, അതൊക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ ഐക്യ കേരള പ്രസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ
ഇന്ത്യൻ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലേ, എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ഏരിയ ആണ് ഇത്, ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതുപോലെ തന്നെ വർത്തമാന പത്രങ്ങൾ, സ്വദേശി പ്രസ്ഥാനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ്. അതുപോലെ നമുക്ക് വേൾഡ് ഹിസ്റ്ററി പരിശോധിച്ചാൽ അറിയാം വിപ്ലവങ്ങൾ അല്ലേ, വിപ്ലവങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക കേട്ടോ. അതിൽ ഫ്രഞ്ച് വിപ്ലവമൊക്കെ എന്താണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് മനസ്സിലാക്കുക. നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിക്കുക കേട്ടോ. പിന്നെ ഭൂമിശാസ്ത്രം വരുന്നുണ്ട്. അതിലാദ്യം വരുന്ന ഏതാണ്? ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് ഇവിടെ വരുന്നത്. ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, ഈ ഭാഗത്ത് വരുന്നത്. പിന്നെ വരുന്നത് എന്താണ്? കേരള ഹിസ്റ്ററിയാണ് അല്ലേ, കേരള ജോഗ്രഫി, അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി അല്ലേ. ഇന്ത്യൻ ജോഗ്രഫിയിൽ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ, അവയൊക്കെയാണ് ഇത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്നത്. അതുപോലെ ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്നത്. അതുപോലെ തന്നെ കേരള ജോഗ്രഫിയിൽ വരുന്ന ഏതൊക്കെയാണ്? ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ, ഇവയാണ് കേരള ജോഗ്രഫിയിൽ വരുന്നത് എന്നുകൂടെ ഓർക്കുക കേട്ടോ. ഇനി ധനതത്വശാസ്ത്രം, അതിനെത്രയാണ്? 5 മാർക്കാണ് ആ ഭാഗത്ത് വരുന്നത്. ഇന്ത്യ, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം എന്നിവയാണ് ആ ഏരിയയിൽ വരുന്നത് കേട്ടോ. അതുപോലെ ഇന്ത്യൻ ഭരണഘടന നമുക്കറിയാം 8 മാർക്കാണ് ഈ ഭാഗത്ത് വരുന്നത്. അതിൽ നമുക്കറിയാം ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ്. നല്ല രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കുക. 8 മാർക്കുണ്ട് എന്ന കാര്യവും ഓർക്കുക കേട്ടോ. പിന്നെ വരുന്നതാണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും. 3 മാർക്കാണ് ഈ ഏരിയയിൽ വരുന്നത്. കേരള ഗവേണൻസ് അല്ലേ, അതിൽ കേരളം, സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ ഓർക്കുക. വിവിധ കമ്മീഷനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഓർക്കുക. പ്രധാനപ്പെട്ട കമ്മീഷനുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. സാമൂഹിക, സാമ്പത്തിക, വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം, ഇതാണ് കേട്ടോ ഈ ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ. പിന്നെ നമുക്കറിയാം ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 4 മാർക്കാണ് വരുന്നത്. അതിൽ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും, അവയുടെ അപര്യാപ്തത രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അല്ലേ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക കേട്ടോ. അതുപോലെ വെയിറ്റേജും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ഇനിയുള്ള നമ്മുടെ പഠനം എന്ന് പറയുന്നത്. അതുപോലെ ഭൗതിക ശാസ്ത്രത്തിന് എത്രയാണ്? 3 മാർക്കാണ് വരുന്നത്. അതിൽ തന്നെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ശാഖകൾ, ചലനം, പ്രകാശം തുടങ്ങിയവയൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. അതുപോലെ ശബ്ദം, ബലം, ഗുരുത്വാകർഷണം തുടങ്ങിയ ടോപ്പിക്കുകളും, അതുപോലെ താപം, പ്രവൃത്തിയൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. കൃത്യമായിട്ട് തന്നെ പഠിച്ചു മാറുക കേട്ടോ. അതുപോലെ രസതന്ത്രത്തിന് എത്രയാണ്? 3 മാർക്കാണ്. ഇതിൽ ആറ്റം, മൂലകങ്ങൾ, ലോഹങ്ങൾ ഇവയെക്കുറിച്ചിട്ടൊക്കെ നല്ല കൃത്യമായ രീതിയിൽ തന്നെ പഠിച്ചു പോവുക കേട്ടോ. പിന്നെ നമുക്കറിയാം കലാകായികം, സാഹിത്യം, സംസ്കാരം, ഇതെപ്പോഴും നമ്മൾ എന്താണ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട വ്യക്തികൾ, വേദികൾ, അതുപോലെ പ്രശസ്തമായ സ്ഥലങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ആനുകാലിക വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്കറിയാം ആനുകാലിക വിഷയങ്ങൾക്ക് 10 മാർക്കാണ്. നമ്മൾ കല, കായികം, സംസ്കാരമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ആനുകാലിക വിഷയങ്ങൾ ഉണ്ട്, അതും എത്രയാണ്? 10 മാർക്കാണ് എന്ന് ഓർക്കുക കേട്ടോ. പ്രധാനപ്പെട്ട ഈ അടുത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള അവാർഡുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക കേട്ടോ. പിന്നെ നമുക്കറിയാം ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, അതെത്രയാണ്? 5 മാർക്കാണ് ലഘുഗണിതത്തിന്. കൃത്യമായിട്ട് ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ടോപ്പിക്കുകളും നമ്മൾ ഓരോ ദിവസം വെച്ച് ചെയ്തു പഠിക്കുക കേട്ടോ. നമുക്ക് ഭയങ്കര ടഫായിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ നമ്മളതിന് കൂടുതൽ സമയം കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വരുന്നത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, അതിനും 5 മാർക്കാണ്. നമ്മൾ കൃത്യമായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ
നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. 10 മാർക്കാണ് ഈ ഏരിയയിൽ എന്ന കാര്യം കൂടെ ഓർക്കുക. അതുപോലെ ജനറൽ ഇംഗ്ലീഷ്, അതിൽ നമുക്കറിയാം ഗ്രാമർ പോർഷൻ എത്രയാണ്, 5 മാർക്കാണ് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് ഇപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ടാഗ്, അതുപോലെ തന്നെ ടെൻസസ്, പ്രപ്പോസിഷൻസ്, അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. എത്ര മാർക്കാണ്? 5 മാർക്കാണ് ആ ഭാഗത്തിന്. അതുപോലെ വൊക്കാബുലറി 5 മാർക്കുണ്ട്. അതിൽ നമുക്കറിയാം സിനോണിംസ്, അനോണിംസ്, അതുപോലെ തന്നെ ഫ്രേസൽ വെർബ്, അതുപോലെ സ്പെല്ലിംഗ് ടെസ്റ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. അതുപോലെ പ്രാദേശിക ഭാഷകൾ 10 മാർക്കാണുള്ളത്. നമുക്കറിയാം 13 ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം പഠിക്കുക, ഇത് മാത്രം പഠിക്കുക എന്നൊന്നും മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും കാര്യത്തിൽ പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് ടോപ്പിക്കുകൾ തിരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കാണ്. അതിലെ കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തന രീതികളും എത്ര മാർക്കാണ്? 5 മാർക്കാണ്. അതുപോലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993, അതിനും എത്രയാണ്? 5 മാർക്ക് വരുന്നുണ്ട്. വിവരാവകാശ നിയമം 2005, അതിന് 5 മാർക്കാണ്. മനഃശാസ്ത്രം അടിസ്ഥാന തത്വങ്ങൾ, അതിന് എത്രയാണ്? 5 മാർക്കാണ്. അതിൽ വരുന്നവ ഏതൊക്കെയാണ്? മനുഷ്യ സ്വഭാവവും പ്രതികരണങ്ങളും, മനോവിശ്ലേഷണ സിദ്ധാന്തം, ആക്രമണോത്സുകത, ഇച്ഛാഭംഗം, മാനസിക സമ്മർദ്ദം എന്നിവയാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നവ. അതുപോലെ ഉത്കണ്ഠ, വ്യക്തിയും സമൂഹവും, സംയോജനം, അതായത് അഡ്ജസ്റ്റ്മെൻറ്റ്, അഭിപ്രേരണ, മോട്ടിവേഷൻ, ബുദ്ധി, ബഹുമുഖ സിദ്ധാന്തം, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഇത്രയും ഭാഗങ്ങളാണ് അപ്പം നമ്മുടെ സിലബസിൽ വരുന്നത്. ഓർക്കുക, കൃത്യമായിട്ട് വെയിറ്റേജ് മനസ്സിലാക്കി ഓരോ സബ്ജക്റ്റിനും, അതായത് വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. ഇനി നമ്മുടെ മുന്നിൽ അധികം സമയമില്ല. നമുക്ക് ഒരു 60 ദിവസമൊക്കെയാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. അത് നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ വിനിയോഗിക്കുക. ഒരു യൂണിഫോം പോസ്റ്റൊക്കെ സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു അവസരമാണ്. വീണ്ടും പറയുകയാണ്. അതുപോലെ അഡ്വൈസും നമ്മൾ കണ്ടു. ഏകദേശം 600-ന് മുകളിൽ തന്നെ അഡ്വൈസ് പോയിട്ടുള്ളൊരു പോസ്റ്റാണ്. കൃത്യമായിട്ട് തന്നെ ചിട്ടയോടുകൂടി തന്നെ പഠിക്കുക. അതുപോലെ നമ്മുടെ യൂണിഫോം പോസ്റ്റ് സ്വപ്നം കാണുന്നവർക്കായിട്ട് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ CPOയുടെ ഒരു ബാച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ജോയിൻ ചെയ്താൽ ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്, അതുപോലെ തന്നെ ഈ ബുക്സ്, ടെസ്റ്റ് സീരീസ്, മെൻറ്റർഷിപ്പ് എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നമുക്കിതുപോലെ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.